കുർബാന തർക്കം സമവായത്തിലേക്ക്. നാളെ സിനഡ് നിർദ്ദേശപ്രകാരം ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് അൽമായ മുന്നേറ്റ സമിതി. ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത കുർബാന നടത്താനുമൊക്കെ തീരുമാനമുണ്ട്. വിവരങ്ങളുമായി കീർത്തി ചേരുന്നു. കീർത്തി, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നാളുകളായുള്ള തർക്കങ്ങൾക്കും ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നാളെ സിനഡ് നിർദ്ദേശപ്രകാരം പള്ളികളിൽ ഒരു കുർബാന അത് ഏകീകൃത കുർബാന നടത്താൻ തീരുമാനം ആയിട്ടുണ്ട്. അൽമായ മുന്നേറ്റ സമിതി അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാന അത് ഏകീകൃത കുർബാന നടത്താമെന്ന് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് അൽമായ മുന്നേറ്റ സമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചില പള്ളികളിൽ പ്രതിഷേധം ഉയരുകയാണെങ്കിൽ അവിടെ ചർച്ചകൾ നടത്തി വീണ്ടും ചർച്ചകൾ നടത്തി അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഇത്തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സിനഡ് യോഗം ചേർന്നതിന് ശേഷം ഇറങ്ങിയ സർക്കുലറിൽ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ ഒരു വീഡിയോ സന്ദേശം, വിശ്വാസികൾക്കായുള്ളൊരു വീഡിയോ സന്ദേശം പുറത്തിറങ്ങിയിരുന്നു. അത് വീണ്ടും ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. അൽമായ മുന്നേറ്റ സമിതിക്കടക്കം ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. നാളെ മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും പള്ളികളിൽ ഏകീകൃത കുർബാന നടത്തണമെന്നും അല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലോ ഒരു കുർബാന ഏകീകൃത കുർബാനയായി നടത്തണമെന്നും ഇല്ലെങ്കിൽ സഭാ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ എടുക്കേണ്ടി വരുമെന്നായിരുന്നു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് അൽമായ മുന്നേറ്റ സമിതി രംഗത്തെത്തിയിരുന്നു. പിന്നീട് ബിഷപ്പുമായി വീണ്ടും ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഇതിന് മുന്നേയുള്ള സിനഡ് യോഗത്തിന് ശേഷം ആ വീഡിയോ ചിത്രീകരിച്ചതാണെന്നും അത് അപ്ലോഡ് ചെയ്യാൻ അത് പുറത്തിറക്കാൻ വൈകിയതാണെന്നും വ്യക്തമായത്. അതിനുശേഷമായിരുന്നു അൽമായ മുന്നേറ്റ സമിതിയിലെ ഭാരവാഹികൾ മാധ്യമങ്ങളോട് സംസാരിച്ചതും ഇത് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും പറഞ്ഞത്. എന്തായാലും നാളെയാണ് സിനഡ് നിർദ്ദേശപ്രകാരം ഏകീകൃത കുർബാന അർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പള്ളികളിൽ പ്രതിഷേധം ഉയരുകയാണെങ്കിൽ അവിടെ വീണ്ടും ചർച്ചകൾ നടത്തിയായിരിക്കും അവിടെ ഏകീകൃത കുർബാന നടത്തുക. കുർബാന തർക്കം സമവായത്തിലേക്ക്. നാളെ സിനഡ് നിർദ്ദേശപ്രകാരം ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് അൽമായ മുന്നേറ്റ സമിതി. വിശദാംശങ്ങളാണ് കീർത്തി നൽകിയത്.